അടിമാലി ഇരുമ്പുപാലത്ത് വിനോദസഞ്ചാരിക്ക് തെരുവുനായയുടെ കടിയേറ്റു. കാലടിയിൽ നിന്നും മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയ 7 അംഗ സംഘത്തിൽപ്പെട്ട ഒരാളെയാണ് തെരുവുനായ ആക്രമിച്ചത്. കാലിന് പരിക്കേറ്റ ഇയാൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇരുമ്പുപാലം മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും പരാതിയുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാറിലുണ്ടായ തെരുവുനായ ആക്രമണത്തിന് പിന്നാലെയാണ് അടിമാലി ഇരുമ്പുപാലത്തും വിനോദസഞ്ചാരിക്ക് തെരുവുനായയുടെ കടിയേറ്റത്. ഇരുമ്പുപാലത്ത് വഴിയോരത്ത് കടയിൽ ചായ കുടിച്ചുകൊണ്ട് നിൽക്കവേ ഈ ഭാഗത്തുണ്ടായിരുന്ന ഒരു നായ ആക്രമിക്കുകയായിരുന്നു. കാലടിയിൽ നിന്നും മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയ 7 അംഗ സംഘത്തിൽപ്പെട്ട ഒരാളെയാണ് തെരുവുനായ ആക്രമിച്ചത്. കാലിന് പരിക്കേറ്റ ഇയാൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഒരു പാവത്താനെ പോലെ നിൽക്കുന്ന പട്ടീനെ പോലെ ഞങ്ങൾക്ക് തോന്നി. അത് ഞങ്ങളവിടെ മൈൻഡ് ചെയ്തില്ല. ഞങ്ങളവിടെ ചായ പിടിച്ച് നിൽക്കണ ഇടയ്ക്ക് അത് ഓടി വന്നും കൊണ്ട് പിടിച്ച് കടിക്കാറുണ്ട്. ചെറുപറ കടിക്കുന്ന രീതിയിൽ അവിടെ കടിച്ച് വലിക്കായിരുന്നു. അപ്പോൾ ഒരു പരിധി വരെ എനിക്ക് തോന്നുന്ന ലോക്കൽ ബോഡി ആയാലും കേന്ദ്ര ഗവൺമെൻറ് പോലെ അതല്ലെങ്കിൽ നമ്മുടെ ഈ സർക്കാർ പോലുള്ള ഒരു ടീമായ ഇവിടുത്തെ ഒരു എന്താ പറയണ നമ്മുടെ സർക്കാരായാലും ഒരു കാര്യവും ഇതിനു വേണ്ടി ചെയ്യണില്ല എന്നുള്ളതാണ്. ഇതിനെ ഒന്നെങ്കിൽ നിങ്ങളെയൊക്കെ പിടിച്ച് ഏതെങ്കിലും കൂട്ടിലാക്കി ഒരുമിച്ച് എവിടെയെങ്കിലും ഇടുക, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നമുള്ള പട്ടികളെ എന്തെങ്കിലുമൊക്കെ നടപടികൾ എടുക്കേണ്ടതാണ്. എത്രയോ സംഭവങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. ഇരുമ്പുപാലം മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും പരാതിയുണ്ട്. പ്രായമായവരും സ്ത്രീകളും കുട്ടികളും ഒക്കെ നായ്ക്കളെ ഭയന്ന് യാത്ര ചെയ്യേണ്ട സ്ഥിതിയുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ 10ലധികം ആളുകൾക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. അടിമാലി ടൗണിൽ കഴിഞ്ഞ ദിവസം തെരുവുനായ ഒരാളെ ആക്രമിക്കാൻ മുതിരുകയും ആളുകൾ ബഹളമുണ്ടാക്കിയതോടെ നായ പിന്മാറുകയും ചെയ്തു. മാങ്കുളത്ത് കഴിഞ്ഞ ദിവസം തെരുവുനായ ഇരുചക്രവാഹനത്തിന് കുറുകെ ചാടി വാഹനം മറിഞ്ഞ് ബൈക്ക് യാത്രികന്റെ മുഖത്തിന് പരിക്ക് സംഭവിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.